ഗൈസ്, ഞാൻ കുറേ ദിവസം കയറാണ്ടിരുന്ന് ഞാൻ ഇച്ചിരി ബിസി ആയപ്പോഴെങ്കിലും ഉമ്മാരൊക്കെ ഇവിടെ കയറി താളടിക്കാൻ തുടങ്ങിയടാ. ഞാൻ കയറി വന്നതേ എന്നെ അടിച്ച്. ഞാൻ എന്തൊക്കെയോ കാട്ടിയിട്ടാണ് മണ്ണിട്ടത്, ഡേറ്റിട്ടത്. ഫുഡ് പോലും ഇല്ലടേ. ഞാൻ തമിഴ്നാടായിരുന്നു ഇച്ചിരി ദിവസം, അതുകൊണ്ടാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്നെ ചാമ്പാനുള്ള പ്ലാനിങ് ആണല്ലേ. എൻ്റെ ഒന്നൊക്കെയാണ് വീണ്ടും സഹിക്കും. 3 എണ്ണടെ എന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ മൈൻക്രാഫ്റ്റിൽ കയറി ചെയ്തു, എന്നെ ചാമ്പാനായിട്ട് 3 എണ്ണ. വീഡിയോ എടുക്കാൻ ഓർത്ത് വന്നപ്പോൾ മനുഷ്യനായിട്ട് ഓട്ടം കളിപ്പിക്കുന്ന അവസ്ഥയൊക്കെ. ഞാൻ അമ്മമാർ മൊത്തം അടിച്ച് ഉറക്കി വിടണം. അതാണ് എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നൈസായിട്ട് ഓരോന്നിനെയും അടിച്ചടിച്ച് ഉറക്കട്ടോ. 3 ഒന്നല്ല 4 എണ്ണ വന്നിരിക്കുന്നത്. എൻ്റെ മോനെ ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, വാട്സാപ്പ്. ഞാൻ സ്വന്തം മച്ചൂസ് ഗെയിമിങ് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെറ്റ്സ് പ്ലേയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡേറ്റ് ഒന്നും വെച്ചത് ഒരു ഉപകാരം ഇല്ലാണ്ടാക്കിയല്ലോടെ. ഓക്കെ, നമ്മളിന്ന് വന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. യെസ്, അപ്പോൾ നമ്മൾ സ്റ്റോണിന് അയണിലേക്ക് ഇതുവരെ അപ്ഗ്രേഡ് ആയിട്ടില്ല ഗെയ്സ്. നമ്മുടെ ടൂൾസൊന്നും അതാദ്യം അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് നോക്കണം. അത് മൈനിങ്ങിന് പോയാൽ മതി. സത്യം വെച്ചാൽ മടി കാരണമാണ് മൈനിങ്ങിന് പോലും പോവാതെ ഞാൻ ഇവിടെ കറങ്ങി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറങ്ങാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കയ്യിൽ കീബോർഡൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെയോ ഫീലിംഗ് അടേ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്തെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അയൺ ഫാമിൻ്റെ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതിൻ്റെ എപ്പിസോഡിനുള്ളിൽ വരും വീഡിയോ. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ചാടി ഇറങ്ങി, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇച്ചിരി ഡയമണ്ട് മൈനിങ്ങിന് പോയാലോ എന്നാലോചിച്ചിറങ്ങിയതാടേ. പക്ഷേ ഡയമണ്ട് മൈനിങ്ങിന് പോകാനുള്ള സാമഗ്രികളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലടി. ഞാൻ അയൺ ടൂളൊക്കെ ഉണ്ടാവുന്ന രീതിയിട്ടാണ് ഡയമണ്ട് മൈനിങ് ചെയ്യാൻ 2 കൽപ്പിച്ചൊക്കെ ഇറങ്ങിയത്. പക്ഷേ ഡയമണ്ട് പോയിട്ടൊരു അയൺ പോയിട്ടൊരു കുന്തം പോലെ എൻ്റെ കയ്യിലില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആ പടം 2 അയൺ കൊണ്ട് ഞാനും ഉണ്ട്. ഈ 2 അയൺ വേണ്ടി ഈ 2 അയൺ വെച്ച് ഒരു കുന്ത്രാണ്ടോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇടേ, ഞാനമ്മ ബുദ്ധിമാനാടാ. ഇതിനകത്ത് സ്റ്റോൺ എന്ന് പറയുന്ന സാധനമില്ല. ഇതിനകത്ത് കണ്ട സ്റ്റോൺ ഇതാണ്ട് ഇത്ര ഇനിയും ഹാർവസ്റ്റ് ആവാൻ കിടക്കുന്നുണ്ട്. ബുദ്ധി കൂടിയിട്ട് വെച്ചേക്കുന്നയാ. ഇല്ലാട്ടോ, അത് തീർന്നു പോയാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഡി. കാരണം ഇത് 1-ാം തീയതി ആയിരിക്കും ഈ എപ്പിസോഡ് വരിക. ഞാൻ സത്യം പറഞ്ഞത് 30-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. 30-ാം തീയതി രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എങ്കിൽ പോലും ഇത് 1-ാം തീയതി ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡായി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഹാപ്പി ന്യൂ ഇയർ എന്നൊന്നും പറഞ്ഞൊരു വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. 31 പറഞ്ഞൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്താണ് പോട്ടെ. പിന്നെ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണ്ടേ. നമ്മൾ കുറച്ച് ദിവസം സുധീൻ്റെ വീഡിയോയിൽ മുഴുകിപ്പോയി ഗൈസ്. പിന്നെ ഭയങ്കര തിരക്കുമായിപ്പോയി. അപ്പോൾ ഫുൾ ബിസി ആയിക്കഴിഞ്ഞാൽ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല, അവസ്ഥയായി പോവുക. ഏയ്യോ അമ്മച്ചി, കൊല്ലല്ലേ മുത്തേ, ചക്കരയല്ലടാ നീ. ഞാൻ ഉറങ്ങട്ടെ ഗൈസ്, നൈറ്റായി. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഡേയ്സ് ആയെന്ന് പോലും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാനുള്ളത്. എടാ അടിയൊന്നും കൊള്ളുന്നില്ലടാ അവന്. എടാ ഞാൻ എന്ത് കളിയാടാ കളിക്കുന്നേ.
എൻ്റെ മോൻ ഒരു സ്കെൽട്ടനെ കൊല്ലാൻ പോലും പറ്റാറുണ്ട്. എന്ത് ഉണ്ടാക്കാനാണോ എന്തോ. ഓക്കെ, എൻ്റെ പട്ടീനെ കൊല്ലുന്നോ സ്കെൽട്ട? എടാ പട്ടിയായിട്ട് എനിക്ക് ഒരു ഇതന്ന് പട്ടീനെ സെയിം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. എൻ്റെ കയ്യിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. എടാ എൻ്റെ കയ്യിൽ അയണുണ്ടടാ. ടൈം ആവൂടാ മുത്തേനി. എടാ ഇവൻ്റെ കണ്ണ് ചുമന്നിരിക്കുമോ ഇവനെ? എൻ്റെ ചിള്ളിച്ചേക്ക എൻ്റെ ആടിനങ്ങനെ എടുത്തോണ്ടല്ലോ. എൻ്റെ സ്വഭാവം ഞാൻ മാറ്റി. എടാ ഇവനെന്താ ടീമിടെ ആവാത്തേ? അയ്യോ അയ്യോ, ഇങ്ങ വേടാ മുത്തേ, ഇങ്ങ് വാ. എടാ ഞാൻ ടീം ചെയ്യടാ മുത്തേ നിന്നെ. ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. അവൻ ആടിൻ്റെ അടുത്ത് തന്നെ നടക്കുക. നിന്നെ ഞാൻ തല്ലിക്കൊല്ലണ്ട വരുവോ? എടാ ഇവൻ, എടാ എൻ്റെ റൈറ്റ് കീ വർക്കാവുന്നില്ലേ? നീ ലക്കി. ഓക്കെ, ഇപ്പോഴാണ് ലീഡ് വേണേ. നീ വാ, നീ വാ. നിന്റെ കണ്ണടക്കം ചുമക്കുന്നത് കൊണ്ടാണ് നമ്മുടെ. എൻ്റെ മോനെ ഇത് പട്ടി തന്നെയാണോ? ആട് പോലും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വരും. ഈ പട്ടി എന്താ ഇങ്ങനെ വലിച്ചിട്ടും വരാത്തേ? ഇപ്പൊ ലീഡ് പൊട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഇവനെ അവിടുന്ന് മാറ്റിയാലേ നമുക്ക് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അതെനിക്ക് 100% ഉറപ്പാണ്. എടാ ഞാൻ ഈ പരിപാടിക്കല്ല വന്നത്, നിനക്കറിയോ? ഞാൻ ഈ പരിപാടിക്കല്ല വന്നത്. ഞാൻ എൻ്റെ അയൺ ഫാമിൽ പണിയെടുക്കാനാണ് വന്നത്. എന്നിട്ടിപ്പോൾ നിന്നെയും താലോലിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയല്ലോ. എടാ കേറ, എടാ കൊച്ചുകൾ. എടാ ഒരു സിറ്റുവേഷൻ കാരണം ചത്തുപോയിട്ടോടാ പട്ടി. ഞാൻ പരമാവധി അവനെ സേവ് ചെയ്യാൻ നോക്കി. അപ്പം അവൻ എൻ്റെ ആടുകളെ തൊട്ടുളിക്കുന്നു. കോട്ട പുലി അമ്മ. ഗൈസ് ഇന്ന് ഞാൻ ഇനി പട്ടീനെ കണ്ടെത്തിയിട്ട് അടങ്ങുന്നത്. ഇന്ന് എന്താണേലും അയൺ ഫാം ഉണ്ടാക്കാൻ നടന്നില്ല. ഇന്ന് എന്താണേലും അയൺ ഫാം ഉണ്ടാക്കാൻ നടക്കാത്ത അവസ്ഥയിൽ. ഓക്കെ, ഇനി നമുക്ക് പട്ടിയെങ്കിൽ പട്ടീനെങ്കിലും കണ്ടെത്തിയിട്ട് ഇനി കാര്യമുള്ളൂ. ചവറൊക്കെ കൈ കയറിയിട്ട് കയ്യിൽ സ്ഥലം പോലില്ല. ആദ്യം ഞാൻ നിന്ന് ചവറല്ലോ ഒന്ന് ഒഴിവാക്കട്ടെ. ഇന്ന് പട്ടീനെ കണ്ടെത്തിയിട്ടേ കാര്യമുള്ളൂ. ഇതെന്തോ എടാ ഇതെന്താ ചെയ്തത് ഞാൻ? ഓ സ്കെൽട്ടൻ്റെ ഇന്ന് രക്ഷപ്പെടാൻ ചെയ്ത പരിപാടിയല്ലേ. ഇന്ന് പട്ടീനെ എടുത്ത് ടീം ചെയ്തിട്ട് നമ്മൾ ഇന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന പരിപാടികൾ. ഓക്കെ, എൻ്റെ കയ്യിൽ വീണ്ടും ഉണ്ട്, എടുത്തേക്കാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പിന്നീട് എടുത്ത് അതിൻ്റെ പണി തുടങ്ങുമ്പോൾ എടുത്ത് വീണ്ടും കയ്യിൽ കയറ്റാം. അല്ലാണ്ട് സ്ഥലമില്ലടേ, സ്ഥലം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ കയറി പോകാൻ എവിടെയെങ്കിലുമൊക്കെ സ്ഥലമുണ്ട്, കയറി പോടാ ചിള്ളിച്ചക്കന്മാരെ. നമുക്കിതിനകത്ത് അർജൻറ്റായിട്ട് ലാവയൊന്നും പോകാനേ പാടില്ല. നീ വന്നേ പോട്ടെ, നീങ്ങുക നീമ്പോട്ടെ എൻ്റെ നീമ്പോട്ടെ. ഹോപ്പറൊക്കെ ആകെപ്പാടുള്ള ഹോപ്പറ, അതൊക്കെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം പൈസ. അതാണ്. അയ്യോ ഫുഡ് ഇങ്ങ് വാ, ഫുഡ് ഞാൻ പോകും. നമ്മുടെ കയ്യിലൊരു ബാരൽ ഉണ്ടായിരുന്നടാ. ഈ ബാരലിൽ വെച്ചാൽ പോരെ? ഈ ബാരലിൽ ഞാൻ ഈ ബാരൽ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞാൻ ക്രാഫ്റ്റ് ചെയ്തതാണ്, എനിക്ക് ഉറപ്പാണ്. അതാണ്ട് അടുത്ത പട്ടി. എടാ ഇവിടെ പട്ടികൾ ശല്യമാക്കുവാണല്ലോടേ. വേഗം പോട്ടെ. അയ്യോ ഫുഡ് ചിലപ്പോൾ ആവശ്യം വന്നാലോ. കെണിയണ്ട,
ഫുഡില്ലാണ്ടായിട്ട് ഗെയിമിങ് വേണ്ട. എടാ രണ്ടെണ്ണടേ, ഒന്നാണ് വേണ്ടി ചോദിക്കുന്നത്. ഇപ്പൊ രണ്ടെണ്ണൊക്കെ ഒരുത്തനെങ്കിലും എനിക്ക് ഇതിനകത്ത് ടീം ചെയ്യണം. ഇതിലിപ്പോ ആടിനെ എനിക്ക് ആടിനെ കൊല്ലാനും പറ്റൂ. ഒരു പൊട്ടൻ ഇതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ഇതേപോലെ അടുത്ത പൊട്ടനോട് കയറ്റി ഇരുത്തണം. എടാ ആദ്യം ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് കൊണ്ടുവന്ന് നോക്കാം. രണ്ടുപേരും കയറി. ഇനി അമ്മമാരെ ഇവിടുന്ന് വീശിട്ട് അതെൻ്റെ റൈക്ക് വർക്കാവത്ത് തന്നെയാണോടാ? എന്താ ലീശ് വീഴാത്ത? വീട് എൻ്റെ റൈക്ക് എന്തോ കംപ്ലൈൻ്റ് ഉള്ള പോലെ തോന്നുന്നു. ഇനി റൈക്ക് കംപ്ലൈൻ്റ് ഉള്ളതാണോ അതോ ഇനി എങ്ങാനും ഇവന്മാരുടെ ഈ ചൊറ കാരണം ഉള്ളതിൻ്റെ കുഴപ്പമാണോ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഈ പട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു അല്ല, ഇങ്ങനെ ആടുകളെയൊക്കെ കണ്ടു കഴിഞ്ഞ് അതുങ്ങൾ ഇങ്ങനെ ചൊറ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ടീം ആവാനൊക്കെ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. നിങ്ങളെന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് ഇച്ചിരി അപ്പുറത്തേക്ക് കൊണ്ടുപോകാതെ ഇവന്മാരെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവന്മാർ നമുക്ക് തന്നെ പണി തരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. രണ്ടുപേരുണ്ട്. ഓക്കെ, ഇവിടെ സേഫാന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ലീഷ് പൊട്ടിച്ചു. അയ്യോ 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 എടാ ഞാൻ ഒരുത്തനെ അടിച്ചുള്ളൂ. അതിനെ രണ്ടുപേരും കൂടെ എന്നെ കടിച്ച് പഞ്ഞിക്കിടുക ഗൈസ്. ഇപ്പൊ ഇവരെങ്ങനെയാടാ ഞാൻ ടീം ചെയ്യാം? ഞാൻ കൊടുത്ത ടീമിൻ്റെ ആവുമോ? ഞാൻ അറിയാതെ അടിച്ചടാ, അറിഞ്ഞുകൊണ്ട് അടിച്ചല്ല. അതാണ് സത്യാവസ്ഥ. എന്ത് ചെയ്യുന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. അവന്മാർ കുറച്ച് കഴിയുമ്പോൾ അവന്മാരുടെ ദേഷ്യം മാറൂല്ലടാ. നമ്മൾ ഇച്ചിരി ദൂരോട്ട് പോയി വന്നപ്പോൾ അതിന് ദേഷ്യം മാറി, അത്രേ ഉള്ളൂ. ഒരുത്തന്നെ ടൈമായി ആദ്യം. ഓക്കെ, ഒരുത്തന്നെ ടൈമായി. നീയാടാ മുത്ത്, ഫസ്റ്റത്തെ അടിയിൽ ടീമായി. ഇനി അമ്മമാർക്ക് അടി കൊള്ളാതെ ഇത് പൊട്ടിക്കും. ഓക്കെ, ആന്ധ്ര അങ്ങനെ ഒരു വെച്ചൊക്കെ ബാപ്പ വരൂല്ലടാ. എന്നെ ഫോളോ ചെയ്യില്ലേ? എന്നെ ഫോളോ ചെയ്യും. പണ്ടത്തെ പട്ടികളൊക്കെ എന്നെ ഫോളോ ചെയ്യും. ഓക്കെ, മൈൻക്രാഫ്റ്റ് പുതിയ എന്തെങ്കിലും രീതി കൊണ്ടുവന്നിട്ടുണ്ടോ അറിയാത്തോണ്ടോ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇവന്മാർ എൻ്റെ വീടിന് കാവലാവട്ടെ ഗൈസ്. ഇതെൻ്റെ വീടാട്ടോ, തെറ്റിയിരിക്കില്ലേ? ഓക്കെ ഓക്കെ, ബടാ മുത്തേടാ. ഒരുത്ത വീടി ഒരുത്ത അല്ല, എങ്ങോട്ട്? ഇങ്ങ് വാടേ. നീ ഇച്ചിരി ഇങ്ങോട്ട് നീ വടവാ. ഓക്കെ, അവിടെ ഇരുന്നു. പൊട്ടയ്ക്ക് ഇരുന്നു. പൊട്ടെന്ന് അനങ്ങിപ്പോരുത്. പോയി ബാ. ഓക്കെ, മുത്തേ മണിയെ പോയി. നീ അടി ഇച്ചിരി അങ്ങോട്ട് ചെയ്തിരിക്കടാ. അയ്യോ, ഇങ്ങോട്ട് ഇവിടെ അത് തന്നെ ഗൈസ്. അപ്പോൾ എന്താണേലും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ അയൺ ഫാമിൻ്റെ വീഡിയോ ഇടാനുള്ളതാണ് പ്ലാന്. അയൺ ഫാമിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ സത്യം പറഞ്ഞിറങ്ങിയത്.
ഇവന്മാർ കാരണം ഇന്ന് വേറൊരു കണ്ടൻ്റായി ക്രിയേറ്റ് പെട്ടു. വേറൊരു കണ്ടൻറ്റ് കണ്ടൻ്റാന്നൊക്കെ പറയൂടെ. ഓക്കെ, എന്താണെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്ത അഭിപ്രായങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ബൈ.